ചുക്ക് വെള്ളമാണ് കേട്ടോ. ചോറായി. ഇന്ന് പലഹാരമൊന്നും ഉണ്ടാക്കിയില്ല, വെള്ളച്ചോറുണ്ട്, തൈരും കൂട്ടിയിട്ട് രാവിലെ കഴിക്കാൻ വിചാരിച്ചു. എൻ്റെ അമ്മോ എന്താ ചൂടത്ത് നിൽക്കാനൊന്നും തോന്നണില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കിച്ചുമില്ലേ, മാങ്ങ 2-3 കിച്ചും കുഞ്ഞനും പാടെ കൊണ്ടുവന്നതാണ്. അച്ചാറിട്ട് വയ്ക്കാം അമ്മ പറഞ്ഞു. അത് രാവിലെ തന്നെ ആ പരിപാടി കൊണ്ട് കഴിച്ചാലേ ഒരു സമാധാനം. കിച്ചുവിന് എന്തെങ്കിലുമൊക്കെ തൊട്ട് നിൽക്കാൻ വേണം കേട്ടോ, ഇല്ലെങ്കിൽ നാരങ്ങാച്ചാറ് കടയിൽ നിന്ന് വാങ്ങിയതുണ്ട്, അതെടുക്കും. അപ്പം മാങ്ങ കിട്ടിയതും കൊണ്ട് മാങ്ങച്ചാറ്, ചെത്തുമാങ്ങല്ലേ, കുറച്ച് വാടി കുറച്ചും കൂടി കഴിയുമ്പോൾ ഇങ്ങനെ വാടി വീഴും കേട്ടോ. അതിങ്ങനെ നമ്മൾ ചെത്തുമാങ്ങച്ചാറ് ഇട്ട് വെച്ച് കഴിഞ്ഞല്ലേ നല്ല രസമല്ലേ സുകന്യ? സുകന്യയ്ക്കും ഇഷ്ടമാണ് മാങ്ങച്ചാറ്, അനിയേട്ടനും ഇഷ്ടമാണ്, ഇറ്റും ഇഷ്ടമാണ്. ഇതിനപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നാരങ്ങയാണ് കേട്ടോ. പക്ഷേ മാങ്ങച്ചാറും കൂട്ടും. വേറെ ഒന്നുമില്ലെങ്കിൽ ഇന്നലെ ഒരമ്മായിയമ്മ മരുമകളെ വെട്ടിക്കുന്നത് കണ്ട എന്താലേ, എന്തൊക്കെയാണ് കേൾക്കണില്ലേ നമ്മുടെ കേരളത്തിൽ. നമ്മോ പേടിയാവണു. ചായ കിട്ടാത്തതിന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് അവരുടെ അടുത്തുണ്ട്. ഇത്ര സുകന്യെ നമ്മളില്ലേ എന്താന്നറിയില്ലല്ലോ, അറിയാതെ ഒരമ്മ ചായ കിട്ടാത്തതിന് ആരെങ്കിലും കൊല്ലാൻ നിൽക്കും, തമ്മിൽ കൊല്ലാൻ നിൽക്കും. കൊല്ലല് തമാശ കളിക്കുക. അപ്പൊ അമ്മ പറഞ്ഞത്ര പോലീസ് വന്നപ്പോൾ പോലീസ് വന്നോ രക്ഷപ്പെട്ടു പറഞ്ഞത്ര. അപ്പോൾ എന്താണ് അവർക്ക് എന്നുള്ളത്, അവരുടെ വിഷമം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. എന്തൊക്കെയാണ് നടക്കുന്നത്. എൻ്റെ അമ്മ ഭർത്താവ് ഭാര്യനെ വെട്ടിക്കൊന്നു, അന്നെ ഭർത്താവ് ഭാര്യനെ വെട്ടിക്കൊന്നു, ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊന്നു. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവണു അല്ലേ. ശരിക്കും നമ്മളില്ലേ ഒരു കാര്യം പറയട്ടെ, എന്താ നമ്മുടെ ഭർത്താക്കന്മാരുടെ അമ്മ നമ്മുടെ അമ്മ, നമ്മുടെ എന്താ ഭർത്താക്കന്മാർ അതേപോലെ ചിന്തിക്കണം. നമ്മുടെ ഭാര്യമാരുടെ അമ്മ നമ്മുടെ അച്ഛനും അമ്മയാണ്. അവർക്ക് കൊടുക്കാതെ നമ്മളൊന്നും കഴിക്കാതിരിക്കുക, അവരെ നല്ല രീതിയിൽ ചിലപ്പോൾ ചീത്ത പറയുണ്ടാവും. ഇവിടെ നമ്മുടെ അമ്മയൊക്കെ അല്ലേ ഭക്ഷണം കളഞ്ഞാൽ ചീത്ത അറിയും, എന്തെങ്കിലും സാധനങ്ങൾ നിരത്തിയിട്ടാൽ ചീത്ത അറിയും. അതിപ്പോൾ ചീത്ത പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാളെ അത് ചെയ്ത് ശീലിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഒറ്റയ്ക്കാവുമ്പോൾ ഒരു കാര്യങ്ങൾ ചെയ്യണ്ടേ വിചാരിച്ചാൽ അത് നമ്മൾ അമ്മ കണ്ടോ കുറ്റി കെട്ടുകയാണ് പോര് കെട്ടുകയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വെച്ചാൽ അതൊരു പോരല്ലേ സുകന്യെ? നമ്മളെ പലർക്കും പല രീതിയിലുള്ള കാഴ്ചപ്പാടുകളായിരിക്കില്ലേ. അതായിരിക്കും, അതുകൊണ്ടാണ് നമ്മളൊക്കെ പിന്നെ എങ്ങനെയാണെന്ന് അറിയാം, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും അത് ചിരിച്ചങ്ങോട്ട് വിടും. അപ്പോൾ പിന്നെന്താണെന്നറിയോ, അവിടെ ഒരു പ്രശ്നമില്ല. അപ്പോൾ സുകന്യനെ വീഡിയോയിൽ പറയുന്നു, സുകന്യ എന്താ ഉരുളക്കുപ്പേരി പ്രത്യേകിച്ച് പറയുന്നത് നമ്മൾ തിരിച്ച് അതേപോലെ ഉരുളക്കുപ്പേരി അവൾക്ക് കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ അവിടെ ഒരു പ്രശ്നമാവും. അപ്പോൾ അത് ചിരിച്ച് വിടുമ്പോൾ എന്തായിരിക്കും, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതവളുടെ സ്വഭാവം അങ്ങനെയാണ് കേട്ടോ. എന്തെങ്കിലും അവൾ പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ അവൾ അപ്പം പ്രതികരിക്കും. അതവളുടെ ഒരു, നമുക്കത് മനസ്സിലായി കഴിഞ്ഞു വെച്ചാൽ നമ്മൾ അതിനനുസരിച്ച് നിന്നാൽ പോരേ അല്ലേ. മിഞ്ഞാന്ന് കമൻറ്റിൽ ഉണ്ടായിരുന്നു, വലിയ കമൻറ്റ് ഉണ്ടായിരുന്നു, സുകന്യ എന്താ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ ഒരു ബഹുമാനമില്ലാത്ത പോലെ ഒപ്പത്തിനൊപ്പം പറയുന്ന പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു, വലിയൊരു കമൻറ്റ്. അപ്പം അത് പറയാണ്, അത് നമ്മൾ അവരുടെ ഓരോ രീതികളാണ്. അപ്പം ഞാൻ പറയട്ടെ, അവള് തമാശ കൂടെയാണ് പറയുന്നത്. പക്ഷെ ഞാനത് കാര്യമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലോ എന്നാൽ പിന്നെ സുകന്യെ നമ്മൾ തമ്മിൽ പൂര വഴക്കായിരിക്കും, തല്ലു. അതാ പറയുന്നത്, അതിൽ ഒരാളെ കുറ്റം പറയുമ്പോൾ നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോഴല്ലേ അതെന്താണെന്ന് അറിഞ്ഞിട്ട് കുറ്റം പറയുക കേട്ടോ. നമ്മളും പൈസ ആവണതാണ്. അപ്പോൾ അതാ തക്കാളി, ഉള്ളി, പച്ചമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ചട്ടിക്ക്. എന്താ സുനി ഇട്ട് കൊടുത്തു. ഇതാ വാളംപുളിയില്ലേ, വേഗല്ലേ വെയിലാകുമ്പോഴേക്കും കൂട്ടാൻ വെക്കട്ടെ വിചാരിച്ചിട്ടാണ്. വെയിലായി കഴിഞ്ഞാലില്ലേ അടുപ്പിൽ തന്നെ വെക്കട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഗ്യാസിൽ വെക്കാം. എന്താ പുതിയ വീട്ടിലെ ഗ്യാസ് കഴിഞ്ഞു. ഇന്നലെ ഞങ്ങളൊരു പെടലി പെട്ടില്ലേ, വെള്ളമില്ലാണ്ട് കൊതിയും വിധിയും കെട്ടു പറഞ്ഞില്ലേ. ഒരു തുള്ളി വെള്ളം, അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് വെള്ളം കോരാൻ വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് പൈപ്പിൽ വെള്ളം വന്നു. പാലക്കാട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. പാലക്കാട് പോകാൻ രാത്രി അനിയട്ടം വന്നിട്ടുള്ള ടാങ്ക് വാങ്ങി ഫിറ്റ് ചെയ്തു. ഇന്നലെ എന്തോ നമ്മുടെ ഇവിടെ എന്താ വയറിങ്ങിന് വരുന്ന ആ ചെക്കൻകുട്ടിയില്ലേ, നല്ലൊരു ചെക്കൻകുട്ടി കേട്ടോ. 10 മണിക്കാണ് ഇന്നലെ ടാങ്ക് 11 മണിയായി. പണി മാറ്റി വന്നിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത്ര കേട്ടോ. 8:45 എപ്പോഴാണ് അനിയേട്ടൻ പറഞ്ഞത് ഇങ്ങനെ ടാങ്ക് വാങ്ങിക്കൊണ്ടെന്ന് കഴിഞ്ഞു വെച്ചാൽ എന്താ ഒന്ന് ഫിറ്റ് ചെയ്ത് ഓരോ വെള്ളത്തിൻ്റെ നല്ല ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പം പിന്നെ വേഗം ഇപ്പം എന്താണെന്ന് പറയുക, എല്ലാ പാത്രത്തിലും നമ്മൾ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇന്ന് നല്ല വെള്ളമുണ്ട്. വെള്ളമുള്ള സമയത്ത് വേഗം നമ്മൾ തുണിയൊക്കെ തിരുമ്പിയിടുക അല്ലേ, തിരുമ്പിയിടുക. എന്നിട്ട് ബാക്കിയുള്ള വാഷിംഗ് മെഷീനിൽ അടക്കം വെള്ളം നിറച്ച് വെക്കുകയാണേ.
വാഷിംഗ് മെഷീനില ചെയ്യാൻ പാടില്ലാത്ര അത് അങ്ങനെയൊക്കെ പറയുന്നു. എന്താ അപ്പോൾ തിരുമ്പാൻ എന്താ ഒക്കെ ഞാൻ ഒക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. വെള്ളത്തിന് വെള്ളം തന്നെ വേണ്ടേ. 1000 ലിറ്ററിൻ്റെ ടാങ്ക് വാങ്ങി. അതാണെങ്കിലോ എല്ലാറ്റിനും ഇപ്പോൾ വില കൂടിയിരിക്കണു. ആദ്യത്തെ നമ്മൾ മറ്റേ നീല ടാങ്ക് വാങ്ങിയതില്ലേ, എത്രയും വർഷം മുമ്പ് വാങ്ങിയത് അല്ലേ സുനി? ഈ ടാങ്ക് വാങ്ങിയപ്പോൾ പുളിങ്കുരു, അയ്യോ പുളിങ്കുരു ഞാനത് എടുത്ത് കളഞ്ഞു കേട്ടോ. അത് കളയണ്ടായിരുന്നില്ല അല്ലേ. നമ്മുടെ കുഴൽക്കിണറടിക്കുകയാണ് പറഞ്ഞാലേ എങ്ങനെ ചുരുങ്ങിയത് പോയാലും 1.5-1.25 ലക്ഷം രൂപയെ ഉത്തര കേട്ടോ. അപ്പോൾ പിന്നെ അതിപ്പോൾ നമ്മളെ കൊണ്ട് എത്താത്തൊരു തുകയാണല്ലേ സുഖു. അപ്പോൾ ഇനി നമ്മുടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ചെയ്യണം. അതെ 200 ഉണ്ട് എന്നൊക്കെ പറയണു. ആ അതിനിപ്പം ഇല്ലാന്ന് അങ്ങോട്ട് മോളിക്ക് നോക്കിയൊക്കെ എവിടെ ഇല്ല. ഉപ്പ് കേട്ടോ നല്ല പോലെ തിളയ്ക്കട്ടെ. നമുക്കേ പെരുന്നാളിന് അടിപൊളിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണല്ലേ. കേട്ടോ മീൻ, മാന്തൾ, എണ്ണയൊക്കെ ഉണ്ട്. എന്താ എണ്ണ അല്ലാണ്ട്? പൊന്നൂസേ കുട്ടി കുച്ചിട്ട് അങ്കലവാടിച്ച് പോടി പെണ്ണേ. എൻ്റെ അടി പെണ്ണേ. ആരെ കൊണ്ടേക്കുന്നുണ്ട്? വല്യമ്മ കൊണ്ടേക്ക് തരാം. വേണ്ട നമ്മ ചേച്ചി കൊണ്ടേക്ക് തരാം. അമ്മ കൊണ്ടേക്ക്. അച്ഛേ ഇന്നിപ്പോ നിങ്ങൾക്കാണ് ഇത്. ഓരോ ദിവസം ഓരോരുത്തരാണ്. ഒരു ദിവസം സുകന്യ, ഒരു ദിവസം ഞാന്, ഒരു ദിവസം അച്ചുട്ടി, ഒരു ദിവസം അമ്മു ചേച്ചി. അമ്മു ചേച്ചി ഇല്ലാത്ര. ചേച്ചി വേണ്ട. ഇതില് തേങ്ങ നമ്മള് ചെറിയ ഉള്ളി ഇല്ലേ, ചെറിയ ഉള്ളിയും പാടെ കൂട്ടി അരച്ചതാണ് കേട്ടോ. കുളിക്കരുത് സുകന്യ, രാവിലെ കുളിക്കരുത്, വൈകിട്ടും കുളിക്കരുത്. കുളിക്കരുത്. അത് നിങ്ങൾക്ക് ശീലമില്ലാത്തോണ്ടാണേ. കുളിച്ച് ശീലിച്ച് വരില്ലേ. കറിവേപ്പില ഇതാട്ടോ. ഇവിടെ കറി ഉണ്ടോ? ഇനി നമ്മളിതിലേക്കില്ലേ ചെറിയ ഉള്ളിയും കൂടി താളിച്ചത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. എളുപ്പപ്പണിയല്ലേ, സിമ്പിൾ. ഉലുവയും കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഉലുവ നമ്മൾ തേങ്ങ അരക്കണതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടേ. വേണ്ട വേണ്ട. ചാത്തപ്പൻ്റെ മറ്റേ പൂത്ത ഇതൊക്കെ പോയ കറുപ്പൊക്കെ പോയല്ലോ. ആ സൈഡാണുള്ളത്. അപ്പുറത്തെ സൈഡാണ് തോന്നേ. മറ്റവനും ഇവനും പാടെ കൊത്തങ്ങോട്ട് കൂടിയിട്ടില്ലേ, എങ്ങനെ മുറിയാക്കി വിട്ടേക്കണെന്ന് പറഞ്ഞിട്ടാ ഞാനും വിചാരിച്ചു കൊത്തു കൊടുത്തത്. എന്താണെന്നറിയോ, ഇവന് കുറച്ച് അധികാരം കാണിക്കൽ കൂടുതലാണ്. മറ്റവനെ ഇവിടെ നിൽക്കാൻ അയക്കണില്ലേ. ഇവന് ഒരേ അധികാരമുള്ളതല്ലേ ഈ വീട്ടിൽ. രാവിലെയാണ് എൻ്റെ അമ്മോ ഇവിടെ നിന്ന് ഒരാൾ കൂവൽ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ആൾ ഊക്കും. അപ്പയ്ക്ക് അപ്പുറത്തെ വീട്ടിലത്തെ, പിന്നെ അപ്പുറത്തെ വീട്ടിലത്തെ കോഴികൾ മത്സരിച്ചിട്ടൊരു കൂവലുണ്ട് രാവിലെ. അവരെല്ലാരും ഇവിടെ ഉണ്ട്, അടുത്തടുത്ത് ഉണ്ട്, ഇന്നും ഉണ്ട്. ആരും പിടിച്ച് കറിയാക്കിയില്ല എന്നുള്ള അറിയിക്കാനുള്ള വിളിയാണ്. എന്താ വെച്ചിട്ടാ ഇതാ കണ്ടോ ആയിട്ടോ. ഇത് നമ്മുടെ എന്താ മക്കൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചുട്ടന് അത്ര വലിയ പിടുത്തമില്ലാത്തൊരു കറിയാണ്. ബാക്കി എല്ലാവരും കൂട്ടിക്കോളും. ഞാൻ കുറേ നമ്മൾ എന്താ ദിവസം ഇന്നലെ സാമ്പാർ വെച്ചില്ലേ, സാമ്പാറും വെച്ചു, ചക്കക്കൂട്ടാനും വെച്ചു. അപ്പം ഇന്ന് മീൻകറിയും ബീട്രൂട്ടും കൊണ്ടില്ലേ ഉപ്പേരി, അച്ചാറും, പിന്നെ ഇന്നലത്തെ കുറച്ച് ചക്കക്കൂട്ടാനും ഉണ്ട്. കണ്ടോ നമ്മൾ എന്താണ് പറയുന്നതെന്ന് അവനറിയാം. അപ്പോൾ ഇത് കൊണ്ടുപോയി വെക്കട്ടെ കേട്ടോ. ഇനി ഇതിൽ നമ്മൾ ചെറിയുള്ളി താളിക്കണേ ഉള്ളൂ. അപ്പോഴേക്കും അതവിടെ എന്താ ഒരു സാധനം ഒതുക്കി വെക്കാണ്ട്, അതൊന്ന് ഒതുക്കി വെക്കട്ടെ. നമുക്ക് എന്നോടൊരു സ്നേഹമില്ല, എനിക്കറിയാം. അപ്പോൾ പണ്ടത്തെ പോലെ ഇതല്ല. അപ്പോൾ പവർ കൂടി.
കൊമ്പ് മുളച്ചോ? എവിടെയാണ് മുളച്ചിക്കണത്? ആ കൊമ്പൊന്ന് കാണിച്ചോട്ട്. ഞാനൊരു പാവല്ലേ, ഉള്ളി ഈ എപ്പോഴും കരയുടെ ഉള്ളി കരിയണു. കരിയൊന്നുമില്ല. സുകന്യേ, കഴുകാനുള്ളതൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് ആ വെയിലത്തുനിന്ന് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയേക്കട്ടെ, എന്നിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ. ചേട്ടാ, കഴുകാനുള്ളത് കഴുകി വെച്ചിട്ടേ എല്ലാം എടുക്കുക. ഒന്നൊന്നും ഒറ്റ പാത്രം ഇവിടെ കാണരുത്. എന്നിട്ട് വേണം എനിക്ക് അവിടെ പോയിട്ട് ജനലും വാതിലും ഒക്കെ തുടച്ചിടാൻ. ആയിട്ടാ ഇല്ല, ഇപ്പോഴേ നമ്മൾ അച്ചാറും കൂടി അങ്ങോട്ട് ഇട്ടേക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. കണ്ടോ, അതിൽ മുളക് പൊടി, ഉപ്പ്, കായപ്പൊടി കണ്ടോ, കായപ്പൊടി ഇട്ട് ഇനി നമ്മളതിൽ കൂടെ ആ ഉലുവയും കൂടി ഇടും കേട്ടോ. കണ്ടോ, എല്ലാവരും പറയും അച്ചാറില്ലേ, ഇതിങ്ങനെ പെട്ടെന്ന് അച്ചാറിട്ട് കഴിഞ്ഞാൽ ഈ സുകന്യനെ തിന്ന് തീർക്കുകയാണ്. എന്തിനാ ചെയ്യുക? ഞാൻ ആകെ പെട്ടു. തൊള്ളയില്ല, വയറില്ല, വട്ടിയില്ല. ആർക്കെങ്കിലും ഉണ്ടോ വയറും വട്ടിയും? അവന് വരെ ചോദിച്ചോളില്ലേ? നാണക്കട് നാണക്കട്. നന്നായി, ഞാനിതൊന്നും കേക്കല്ലേ, ഇന്നൊന്ന് വിട് ചേട്ടാ. അവർക്ക് പൊന്നൂസിനൊക്കെ ഒരു ഉണ്ണി വേണം തോന്നുന്നുണ്ടാവേ അല്ലേ? പൊന്നൂസിനൊക്കെ ഒരു ഉണ്ണി കിട്ടി അവന് കളിപ്പിക്കാനാവില്ല. വാവേണ് നമുക്ക് വേണ്ടപ്പോ ഉള്ളവരെന്നെ നേരെ നോക്കാനും നമ്മളെ കൊണ്ട് സാധിക്കണില്ല. ദൈവമായി അവ എന്താ ആഗ്രഹം ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൺകുട്ടി ഒരു പെൺകുട്ടി എന്നാണ് കേട്ടോ ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇല്ല, 2 പെൺകുട്ടികളായ സമയത്തും നമുക്ക് എന്തായാലും കുഴപ്പമില്ല നിർത്തുക എന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ നമ്മുടെ അമ്മമാർ, എൻ്റെ അമ്മ അമ്പിനും വിമ്പിനും അടുക്കുണ്ടായിരുന്നില്ല. എൻ്റെ അമ്മ പറഞ്ഞു പ്രസവം നിർത്താൻ പറ്റില്ല, ഒരു ചെക്കൻകുട്ടി ആവട്ടെ എന്നിട്ട് പ്രസവം നിർത്തിയാൽ പ്രസവം നിർത്താൻ പറ്റില്ല എന്നെ പറഞ്ഞു. അപ്പം അനിയേട്ടൻ പറഞ്ഞു എന്തിനാ അമ്മ അവളെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്, പ്രസവം നിർത്തുക പറഞ്ഞു. നിർത്തിക്കോ, നീ കൊണ്ടുപോയിക്കോ അവളെ, ഞാൻ നോക്കില്ല, എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞു. അപ്പം അനിയേട്ടൻ പിന്നെ ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താ 23 വയസ്സായപ്പോഴേക്ക് എനിക്ക് 3 മക്കളും അതിൻ്റെ പ്രസവം നിർത്തി. അപ്പോൾ എന്താ ഡോക്ടർ പറഞ്ഞു അച്ചുട്ടിയായി കഴിഞ്ഞപ്പോൾ 2 ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ പ്രസവം നിർത്തണ്ട, അപ്പം നിർത്തണ്ട, പിന്നെ നിർത്താറുണ്ട്. അത് കഴിഞ്ഞിട്ട് അച്ചുവിന് 1 വയസ്സ് 8 മാസമായപ്പോഴേക്കും ഇച്ചുട്ടിനെ പ്രസവിച്ചു. അപ്പോൾ പിന്നെ ഡോക്ടറിനോട് ഞങ്ങൾ പറഞ്ഞു പ്രസവം നിർത്തുകയല്ലേ പറഞ്ഞപ്പോൾ ചെക്കൻ കുട്ടി ആയില്ലേ, എനിക്ക് അങ്ങനെ ഇന്ന കുട്ടി വേണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഇതിപ്പോൾ അടുത്ത വീട്ടുകാരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പെൺകുട്ടികളെയാണ് കൂടുതൽ ഇഷ്ടം, എനിക്ക് പെൺകുട്ടികൾ വേണമെന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നത്. എനിക്ക് എന്താണെന്നറിയില്ല, പൊതുവേ പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു കുട്ടേട്ടുണ്ട്, കുട്ടേട്ടന് ഒരു അമ്മുക്കുട്ടി ഉണ്ടായിരുന്നു എൻ്റെ കല്യാണം കഴിക്കുന്നതിൻ്റെ മുമ്പേ. അപ്പോൾ നമ്മൾ ഈ അമ്മൂട്ടീനെ ഇങ്ങനെ എടുത്ത് നോക്കും, വെളുത്ത് സുന്ദരി കോതയിട്ടോ. അത് ഇപ്പോഴൊക്കെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ കുട്ടിക്ക് അറിയില്ല, അവർ അവിടെ നിന്നൊക്കെ താമസം മാറി വേറെ പോയി. പക്ഷെ നമ്മുടെ മനസ്സിലില്ലേ ആ കുട്ടിയുടെ കണ്ണെഴുതി കൊടുക്കലും നല്ല ഉടുപ്പ് കുഞ്ഞു കുഞ്ഞു ഉടുപ്പൊക്കെ ഇടുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു താല്പര്യമാണ് പെൺകുട്ടികളെ. അപ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, പെൺകുട്ടികളെ തന്നു. ഇവിടെ അച്ഛന് ഭയങ്കര ഒരു ഇതായിരുന്നു പെൺകുട്ടികളെന്ന് പറഞ്ഞപ്പോൾ. എന്താ പണ്ടൊക്കെ ഇങ്ങനെ പറയില്ലേ, അന്ധവിശ്വാസം പറയില്ലേ, ഒരാൾക്ക് ഉപ്പ് കമ്മിയായതുകൊണ്ട് നേരത്തെ കമ്മിയായിരുന്നു കേട്ടോ. ഞാൻ അതിട്ടത് ഒരു മരിച്ചു കഴിഞ്ഞാൽ തല പിടിക്കാൻ ആൺകുട്ടികൾ വേണമെന്നൊക്കെ ഉള്ളൊരു ചിന്താഗതിയുള്ള ഒരാളാണ് കേട്ടോ നമ്മുടെ അച്ഛൻ. പഴയ ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ, അവരുടെ ചിന്താഗതികൾ ചിലപ്പോൾ ശരിയായിരിക്കാം. ഇപ്പോൾ ഇന്നത്തെ കാലത്തൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കാനേ പറ്റില്ല. നമുക്ക് മക്കളുള്ളവർ ഉപകരിക്കാത്ത എത്ര ആൾക്കാരുണ്ട് അല്ലേട്ടാ? പിന്നെന്താ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. പക്ഷേ അവർക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു കേട്ടോ. അച്ഛനൊക്കെ ഇങ്ങനെ അയ്യോ എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ലാസ്റ്റ് ചെക്കൻകുട്ടി കിച്ചു ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ എല്ലാവർക്കും അത് സന്തോഷമായി. അപ്പം അങ്ങനെ നിർത്തിയിട്ടാ. മക്കളെത്രയായാലും നമുക്ക് സന്തോഷം തന്നെയാണ്. ഇനിയിപ്പോൾ പെൺകുട്ടികളല്ല ചെക്കൻകുട്ടികളല്ല എത്ര കുട്ടികളുണ്ടെങ്കിലും. നമ്മൾ ചില സമയത്തൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് പറയാറുണ്ടേ, അവളുടെ കല്യാണം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ട് അവൾക്കൊരു കുട്ടി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പം
ഇപ്പോഴും അവൾക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഞാൻ പറയും എടി ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും 11ാമത്തെ വർഷം അവൾക്കൊരു ഉണ്ണി ഉണ്ടായിട്ടോ, ഒരു പെൺകുട്ടി. എന്താ മിടുക്കിയായിട്ട് പോണൂല്ലേ ഏട്ടാ, മിടുക്കിയായിട്ട്. എന്തോ ഒരു ഇതാണെന്നറിയോ, അവർ ചെയ്യാത്ത വഴിപാടുകളില്ല, ചെയ്യാത്ത ചികിത്സകളില്ല. ഡോക്ടർമാരോട് പോകുമ്പോൾ പറയും കുഴപ്പമില്ല, ഹോർമോണിൻ്റെ പ്രശ്നമാണ്, കുഴപ്പമില്ല, കുറേ കഴിയുമ്പോൾ ശരിയാവും. എല്ലാവരും അവൾ കല്യാണത്തിനും കാര്യങ്ങൾക്കൊക്കെ മടിച്ച് പോവാതിരുന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ ചീത്ത പറയാറുണ്ട്, എന്തിനാ നീ മടിക്കണത്, നീ പോന്ന്. ഇപ്പം അതാ ഒരു ഉണ്ണി ഉണ്ടായപ്പോൾ സന്തോഷമായില്ലേ. ഇപ്പോൾ എന്താ പറയുന്നത്, മക്കളില്ലാത്തവരൊന്നും വിഷമിക്കണം കേട്ടോ, ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. ദൈവം ഒക്കെ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടാവും. പണ്ടത്തെ പോലെ ഒന്നല്ല, ഇപ്പം അതിനുള്ള സംവിധാനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. എന്തൊക്കെ ചികിത്സകളുണ്ട് പറഞ്ഞിട്ട് എന്നോട് ഇതിപ്പോൾ എന്താ പറയുന്നത് പറഞ്ഞാൽ, ഇന്നലെ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് വന്നിരുന്നു, ചേച്ചി എന്താ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറയുകയാണ് കേട്ടോ, പണ്ട് പറഞ്ഞാൽ ഒരു വഴിയില്ല, ആൾക്കാർക്ക് എന്താ ചികിത്സേനെ പറ്റിയിട്ടുള്ള ബോധമല്ല. ഇന്ന് പറഞ്ഞു വെച്ചാൽ അങ്ങനെയല്ലല്ലോ, പലവിധ ചികിത്സകളുണ്ട്. നമ്മുടെ മനസ്സ് നമ്മൾ തകർക്കാതെ തളരാതെ മുന്നോട്ട് പോവുക. പലരും പലതും പറയും, ഒരു ചെവി കൂടെ കിട്ടും മറ്റൊരു ചെവി കൂടെ വിടുക. നമുക്ക് ചിലവിന് തരുന്നത് അവരല്ല. സുകന്യക്ക് വിശേഷം സുകന്യ അതും കൂടി ട്രോളാക്കി. അപ്പൊ സുകന്യനെ എത്ര ആൾക്കാർ കളിയാക്കുന്നുണ്ട് പറഞ്ഞിട്ടാ, ഞങ്ങൾക്കേ ചിരി വേണ്ടു. അല്ലാണ്ട് എന്താ നമ്മളതിൽ വിഷമിക്കില്ല, സന്തോഷിക്കല്ലേ വേണ്ടു. പിന്നെന്താ സുകന്യക്ക് വിഷയം ദിവസം വിശേഷങ്ങൾ. നിത്യഗർഭിണിയാണ്, നിത്യകല്യാണി പറയണ പോലെ. അങ്ങനെ കാണണ്ട സുകന്യ, അല്ലാണ്ട് എന്താണ്. എനിക്ക് ശരിക്കും പറഞ്ഞാലേ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ സുകന്യയുടെ പോലെ ആവണം എന്നുള്ളത്. കാരണം എന്താണെന്നറിയോ, ടെൻഷൻ ഫ്രീ. നമുക്ക് നാളെ എന്ത് ചെയ്യും എന്നുള്ള ടെൻഷൻ ഇല്ല. അതെല്ലാവർക്കും കിട്ടുന്ന ഒരു ക്വാളിറ്റി അല്ല, അതാണ് ചിന്തിക്കേണ്ടത് അല്ലേ. ചത്തുകൊണ്ട കാര്യം പറയണ്ട. ആ പാത്രം കഴുകാനുള്ള തേച്ചിക്കിന് അപ്പൊ പാത്രം കഴുകാൻ ഞാൻ എന്താ വരുന്നു. അപ്പോഴേ ഞാൻ തേച്ചുതരാം ഞാൻ തേക്കാം എന്നൊക്കെ ഞാൻ തേച്ചോളാം. എനിക്ക് പാത്രം തേക്കാൻ ഇഷ്ടമുള്ളൂ, മോറ ഇഷ്ടമല്ല. അതുകൊണ്ട് എന്താണെന്ന് പറയുക, എൻ്റെ കയ്യിലെ നഖത്തിലൊക്കെ ഈ കരിപ്പാത്രം തേച്ച് കഴിഞ്ഞ് വെച്ചാൽ ചളി ഉണ്ടാവും കേട്ടോ. പിന്നെ തുണി തിരുമ്പി അത് പോവും. ഇവിടെ ഈ അനിയേട്ടനില്ലേ ഭയങ്കര ഇഷ്ടമാണ്. എന്തെന്നറിയോ, കായോലുവിയും കൂടുതൽ അച്ചാറിലിടണം. എന്താ സുകന്യം, നിങ്ങൾക്ക് രണ്ടാൾക്ക് അച്ചാർ തരും. എനിക്ക് ഇപ്പോൾ വേണ്ട, ഞാൻ കഞ്ഞി കുടിച്ചില്ലേ, വയറ് ഫുള്ളാ. പണ്ട് ആൾക്കാർ നെഞ്ച് പൊളിച്ച് കാണിച്ചു തരണോ, ചെമ്പരത്തി പൂവല്ലാന്ന് പറയണ പോലെ. അതുപോലെ വയറ് എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് പറ. ശരിക്കും മിക്സ് ആയിട്ടില്ലേ, കുറച്ചേരം പിടിക്കണ്ടേ ഇത്. ഉലുവൊക്കെ കൂടി ഒപ്പം കിട്ടിക്കറിയാം. പറയ്, ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെള്ളം ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇതാക്കാം കേട്ടോ. ഞാനത് ആക്കണില്ല, കാരണം എന്താണെന്നറിയോ, ഇത് നാളെ ആകുമ്പോഴേക്കും കഴിയണം. ഇപ്പം ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ മാങ്ങ കിട്ടാനുള്ളത് കൊണ്ടേ അപ്പം ഉണ്ടാക്കുക. ഇന്നാളത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ എൻ്റെ മാങ്ങച്ചാറ്, നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കാറ്? ഇതിൽ കൂടെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ച് കഴിഞ്ഞ് വെച്ചാൽ കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. എൻ്റെ കിച്ചൂട്ടനല്ലേ എൻ്റെ അച്ചാറ് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും പറയും എൻ്റെ അമ്മ അച്ചാറുണ്ടാക്കി അടിപൊളിയാണ്. അവൻ്റെ കൂട്ടുകാർക്ക് കൊണ്ടേ കൊടുക്കുക. എന്നിട്ട് ഞങ്ങളില്ലേ പാത്രം ഇവിടുത്തെ ഒക്കെ എടുത്തില്ലേ, ഇനി ഞങ്ങൾ പാത്രം കൂടി കഴുകിയിട്ട് ഞാൻ എൻ്റെ പണി നോക്കി അങ്ങോട്ടും പോവും. സുകന്യയുടെ പണി നോക്കി ഇവിടെ ഇരിക്കും. അപ്പോൾ നമ്മൾ വിശേഷം നിർത്തുകയാണ് കേട്ടോ. എന്തൊക്കെയേ പറഞ്ഞൂലേ, നിങ്ങൾ രാവിലെ എൻ്റെ കളർ നോക്കിയില്ലേ, അസൂയപ്പെട്ടില്ല. എന്നിട്ട് വേഗം തേച്ച് കഴുകി. ഞങ്ങളുടെ പാത്രങ്ങൾ കഴുകട്ടെ കേട്ടോ. അടുക്കളയത്തെ പണി ഒരുങ്ങിയപ്പോൾ തന്നെ എന്തൊരു സമാധാനം വെച്ചിട്ടാ. ഇനി കഴുകാനുള്ള പാത്രങ്ങളും കൂടി കഴുകി വെച്ച് കഴിഞ്ഞാലേ അതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർക്ക് വെള്ളം നിൽക്കണതിൻ്റെ മുമ്പേ കുളിക്കണം. നിങ്ങളുടെ അവിടെയൊക്കെ വെള്ളക്ഷാമം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന്
എന്താ ചെയ്യുന്നത്? കമൻറ്റ് ചെയ്യാൻ പറയുന്നില്ല കേട്ടോ, നമുക്കറിയുന്നുണ്ട് ഇതിൻ്റെ ബുദ്ധിമുട്ട്. കമൻറ്റും എന്താ, കാരണം വെള്ളം ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വിശേഷം നിർത്തട്ടെ. നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട്